പഴൂക്കര സെന്റ് ജോസഫ് ചർച്ചിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ 44-ാമത്തെ ഊട്ടുതിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് തിരുനാൾ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം വികാരി ഫാദർ സോജോ കണ്ണമ്പുഴ നിർവഹിച്ചു. ജനറൽ കൺവീനർ പ്രേമൻ ചെങ്ങിനിയാടൻ, പ്രവാസി പ്രസിദ്ധേന്തി കൺവീനർ സേവിയർ കാരേക്കാട്ട്, കൈക്കാരന്മാർ ഇടവക അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2024 ഏപ്രിൽ 26 മുതൽ മെയ് 6 വരെയാണ് തിരുനാൾ. 102 പ്രവാസികൾ ചേർന്നാണ് ഈ വർഷം ഊട്ടുതിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത്. തിരുനാൾ കോർഡിനേറ്റർമാരായി സേവിയർ കാരേക്കാട്ട്, ജോബി കോക്കാട്ടിൽ, സിബി പുതുശ്ശേരി, അനീഷ് പനഞ്ചിക്കൽ, മേജോ ഇടശ്ശേരി എന്നിവരെ തിരഞ്ഞെടുത്തു. ഏപ്രിൽ 26-ന് കൊടിയേറ്റവും മെയ് 5-ന് തിരുനാളും ആഘോഷിക്കും. തിരുനാൾ കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ആരംഭം കുറിക്കുക. ഏറെ സന്തോഷമുണ്ട്. ഈ വർഷം 101 പ്രവാസികൾ ചേർന്ന് നടത്തുന്ന കൂട്ടുതിരുനാളും കൂടിയാണ്. എല്ലാ പ്രസിഡന്റുമാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഇടവക ജനം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടു കൂടെ ഈ 44-ാമത്തെ ഊട്ടുതിരുനാൾ പഴൂക്കര ഇടവകയുടെ ഈ ഊട്ടുതിരുനാളിന്റെ തിരുനാൾ കമ്മിറ്റി ഓഫീസ് ഇവിടെ ഉദ്ഘാടനം പഴൂക്കര ജനതയുടെ ദേശീയ ഉത്സവമായിട്ടുള്ള ഈ ഊട്ടുതിരുനാൾ നല്ലൊരു ആരംഭമാകട്ടെ. ഇനി അങ്ങോട്ട് തിരുനാളിന്റെ തിരക്കുകളും ആഘോഷങ്ങളും ശക്തമായിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, വിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും. നമ്മുടെ ഈ വർഷത്തെ പഴൂക്കര സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ 44-ാമത്തെ ഊട്ടുതിരുനാൾ ഈ വരുന്ന ഏപ്രിൽ 21-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. വിശുദ്ധൻ്റെ തിരുസ്വരൂപവും ഈ പഴൂക്കരയുടെ നാനാ ഇടവഴികളിലൂടെയും സഞ്ചരിച്ച് ദൈവമക്കളുടെ അടുത്തേക്ക് വിശുദ്ധൻ ഇറങ്ങിച്ചെല്ലുന്ന ഒരു സുദിനമാണ് വിശുദ്ധൻ്റെ നഗരി കാണൽ പ്രദക്ഷിണം. അതിനുശേഷം ഏപ്രിൽ 26-ാം തീയതി ആഘോഷമായ തിരുനാളിൻ്റെ കൊടികയറ്റമാണ്. കൊടികയറ്റത്തോടുകൂടി എല്ലാവിധ ആഘോഷങ്ങളും ആരംഭിക്കുകയാണ്. കൊടികയറ്റത്തിൻ്റെ അന്ന് വിശുദ്ധന് സമർപ്പിക്കുന്ന ഒരു വീഡിയോ ആൽബം നമ്മൾ റിലീസ് ചെയ്യുന്നു. തച്ചൻ്റെ കൂടെ എന്ന ഒരു ഓഡിയോ ആൽബം നമ്മളന്ന് റിലീസ് ചെയ്യുന്നു. അന്ന് തന്നെ കലാസ്വാദകർക്ക് വേണ്ടിയിട്ട് ജീവിതം സാക്ഷി എന്ന് പറയുന്ന ഒരു നാടകം അന്ന് അരങ്ങേറുന്നു. തുടർന്ന് അങ്ങോട്ട് തിരുനാളിൻ്റെ വിശുദ്ധി നിറഞ്ഞ നൊവേനകളും കുർബാനകളും നടക്കുന്നു. മെയ് 2-ാം തീയതി വ്യാഴാഴ്ച വികാരിയായിരുന്ന ഫാദർ ജോൺ വാഴപ്പള്ളിയുടെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 60-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലെ പഴൂക്കര ആദരിക്കുന്ന ഒരു ചടങ്ങും ഈ സെന്റ് ജോസഫ് ദേവാലയത്തിൻ്റെ പ്രഥമ വികാരിയായിരുന്ന ഫാദർ ജോസ് വിതമിറ്റലച്ചൻ്റെ റൂബി ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെയും ആദരിക്കുന്ന ഒരു ചടങ്ങും പഴൂക്കര പ്രദേശങ്ങളിൽ നിന്നും കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച വളരെ സീനിയറായിട്ടുള്ള 19 പേരെ ആദരിക്കുന്ന ഒരു ചടങ്ങും അന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ്. മെയ് 3-ാം തീയതി വെള്ളിയാഴ്ച പ്രസിദ്ധി വാഴ്ചയാണ്. അന്ന് പ്രസിദ്ധി വാഴ്ചകൾക്കൊക്കെ ശേഷം വാദ്യ കുലപതിയായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാഞ്ചാരി മേളവും ഉണ്ടായിരിക്കും. മെയ് 5-ാം തീയതിയാണ് വിശുദ്ധൻ്റെ തിരുനാൾ ദിനം. ആഘോഷപൂർവമായ ദിവ്യബലികളും ചടങ്ങുകളുമാണ് അന്ന് വിശുദ്ധൻ്റെ ഈ 5-ാം തീയതി നടത്തുന്നത്. അതുപോലെ വളരെ സൗഖ്യദായകമായ അനേകായിരങ്ങൾ ഭക്ഷിച്ച് തൃപ്തിയടയുന്ന വിശുദ്ധൻ്റെ ഊട്ടുനേർച്ചയും അന്നാണ്. 10,000-ൽ പരം ആളുകൾക്കാണ് ഈ വർഷം നമ്മൾ ഊട്ടുനേർച്ച സജ്ജമാക്കിയിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം വളരെ ആഘോഷപൂർവമായ 2 അങ്ങാടിയിലേക്കുമുള്ള പ്രദക്ഷിണമുണ്ടായിരിക്കും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള പ്രദക്ഷിണവും തുടർന്ന് വാനിൽ വർണ്ണമഴയും ശേഷം കേരളത്തിലെയും ഇന്ത്യയിലെയും അറിയപ്പെടുന്ന മ്യൂസിക്കൽ ബാൻഡായ ഐബീം ക്രിയേഷൻസിൻ്റെ ബാനറിൽ കഴിഞ്ഞ വർഷത്തെ ചലച്ചിത്ര പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച മൃദുല വാര്യരും അൻവർ സാദത്തും ചേർന്ന് ഒരുക്കുന്ന മെഗാ മ്യൂസിക്കൽ ഇവൻ്റ് ഉണ്ടായിരിക്കും. തിങ്കളാഴ്ചയാണ് വിശുദ്ധൻ്റെ വള എഴുന്നള്ളിപ്പ് പ്രദക്ഷിണവും ചടങ്ങുകളും നടക്കുന്നത്. കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ ബാൻഡ് സെറ്റായ രാഗം മുണ്ടത്തിക്കോടും ചരിത്ര ശിങ്കാരിമേള ടീമും അവതരിപ്പിക്കുന്ന
ഫ്യൂഷനും അതിനോട് ചേർന്ന് വയലിനും ചേർന്ന ഒരു മെഗാ ഫ്യൂഷൻ അരങ്ങേറുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഈ വർഷത്തെ 2024 പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. ഈ പെരുന്നാൾ, ഈ വിശുദ്ധൻ്റെ ഈ വർഷത്തെ തിരുനാൾ നടത്തുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസികളായ 102 പേർ ചേർന്നിട്ടുള്ളതാണ്. തീർച്ചയായും ഈ പ്രവാസികളെല്ലാവരും തന്നെ ഈ വിശുദ്ധൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ ഈ പുണ്യഭൂമിയിൽ ഒന്നിക്കും. പഴുക്കലയുടെ മധ്യസ്ഥൻ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഊട്ടുതിരുനാളിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞത്. വളരെ മനോഹരമായ ലളിതമായ ചടങ്ങുകളോടെ നമ്മൾ അത് പൂർത്തിയാക്കി. തുടർന്നുള്ള ദിനങ്ങൾ നമ്മൾ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്.